അത് പുതിയ BNSSലെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് എല്ലാ അപേക്ഷകളും കമ്മിറ്റൽ കോടതിയിൽ വരുന്ന എല്ലാ അപേക്ഷകളും സെഷൻസ് കോടതിയിൽ കേൾക്കണമെന്നുള്ളതാണ് പുതിയ BNSSൻ്റെ നിയമം. അതാണ് അവർ ഉന്നയിച്ച ഒരു വാദം അതാണ്. പക്ഷേ നമ്മളുടെ ഒരു വാദം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മനഃപൂർവ്വമോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് മനഃപൂർവ്വം അറിവില്ലായ്മ കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ സപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിക്ടിമിന് അത് ചൂണ്ടിക്കാണിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത്തരം റൈറ്റുകൾ എല്ലാ സ്റ്റേജിലും ക്രൈം സ്റ്റേജിലോ കമ്മിറ്റൽ സ്റ്റേജിലോ സെഷൻസ് കോടതിയുടെ സ്റ്റേജിലോ ട്രയലിൻ്റെ സ്റ്റേജിലോ ഏത് സ്റ്റേജിലാണെങ്കിലും ആ റൈറ്റ് ഒരിക്കലും വിക്ടിമിൻ്റെ റൈറ്റ് ഒരിക്കലും പോവില്ല. അപ്പോൾ ഏർലിയസ്റ്റ് പോയിന്റിൽ തന്നെ കോടതിയെ പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം. മാത്രമല്ല ഈ കേസിൽ ഹൈക്കോടതിയിൽ CBI ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ച് വിക്ടിം പോയ സമയത്ത് അവർ കളക്ട് ചെയ്തു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അതായത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയും പ്രതിയുടെയും ഓരോ ഫോൺ നമ്പറുകൾ അത് സപ്രസ് ചെയ്തു. അതിപ്പോഴും ഫയൽ ചെയ്തിട്ടില്ല. ആദ്യം ഫയൽ ചെയ്യുന്ന സമയത്ത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്തു. നമ്മളത് പോയിൻ്റ് ഔട്ട് ചെയ്തു. അതിനുശേഷം ഒരു ഫർദർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിലും ഈ പ്രധാനപ്പെട്ട രണ്ട് ഫോൺ നമ്പറുകൾ സപ്രസ് ചെയ്തു. അതിപ്പോഴും ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈബർ ഫോറൻസിക്കിന് വിട്ടു എന്ന് പറയുന്നുണ്ട്, FSL വിട്ടു എന്ന് പറയുന്നുണ്ട്. അതിപ്പോഴും ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല ഇത് ഇലക്ട്രോണിക് എവിഡൻസ് ഉള്ള കേസാണ്. ഒരുപാട് ഇലക്ട്രോണിക് വിഷ്വൽസും എല്ലാം ഉള്ളതാണ്. അതിലൊരിക്കലും സർട്ടിഫിക്കേഷൻസ് ഹാജരാക്കിയിട്ടില്ല. അതിപ്പോഴും ഹാജരാക്കിയിട്ടില്ല. ഫർദർ റിപ്പോർട്ടിന് ശേഷം ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല ഈ ലാബിലേക്ക് അയക്കുന്ന സമയത്തുള്ള അതിൻ്റെ മാൻഡേറ്റ്സ് അതും പാലിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ 13 പോയിൻറ്റ്സാണ് ഇവിടെ റൈസ് ചെയ്തത്. അതിൽ അവർ മറുപടി ഫയൽ ചെയ്തതിൽ ഒരു പോയിൻ്റ് പോലും ആൻസർ ചെയ്തിട്ടില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷന് ഈ പെറ്റീഷൻ സംബന്ധിച്ച് കോടതിയുടെ സംശയം അതാണ്, ഈ പെറ്റീഷൻ ഇവിടെയാണോ ഫയൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്മിറ്റലിന് ശേഷം തലശ്ശേരി കോടതിയിലോ സെഷൻസ് കോടതിയിലാണോ ഫയൽ ചെയ്യേണ്ടത്. അതാണ് ലീഗലായിട്ടുള്ളൊരു സംശയം ആണ്. അതൊരു പരിധിവരെ ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. ചില സ്റ്റാറ്റ്യൂട്ടിൽ അങ്ങനെയാണ്. പുതിയ സ്റ്റാറ്റ്യൂട്ടിൽ എല്ലാ അപേക്ഷകളും ജില്ലാ സെഷൻസ് കോടതിയോട് തീരുമാനിക്കാനാണ് പറയുന്നത്. മെയിൻറ്റെയിനബിലിറ്റി ഈ പെറ്റീഷൻ മെയിൻറ്റെയിനബിലിറ്റി ഇൻ ദ സെൻസ് ഈ പെറ്റീഷൻ ഇവിടെയാണോ കേൾക്കേണ്ടത് അല്ലെങ്കിൽ തലശ്ശേരി സെഷൻസ് കോടതിയിലാണോ കേൾക്കേണ്ടത്, അതിന് മാത്രമേ ഉള്ളൂ. അല്ല, ആ പെറ്റീഷന് പുറത്ത് മാത്രം. ഈ പെറ്റീഷൻ ഈ പോയിന്റിൽ മാത്രം, അതായത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പെറ്റീഷൻ കൈകാര്യം ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയാണോ സെഷൻസ് കോടതിയാണോ, ആ ഒരു പോയിന്റിൽ മാത്രം. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ അന്വേഷണത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് കൊടുത്തത്. അതെ, അതിൽ ഏതെങ്കിലും തരത്തിലൊരു വിധി ഇവിടെ നിന്നുണ്ടാവും? അല്ല, അതിൽ വിധിയല്ല വേണ്ടത്. അതിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനോട് വിക്ടിം പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ റിപ്പോർട്ട് ഫയൽ ചെയ്തു. ആ റിപ്പോർട്ടിൽ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. 13 പോയിൻ്റ് റൈസ് ചെയ്തതിൽ 13 പറഞ്ഞിട്ടില്ല. മാത്രമല്ല അതിൽ കേരള ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിലും ജഡ്ജ്മെൻറ്റിലും പറയുന്ന 2 നമ്പറുകൾ അത് സപ്രസ് ചെയ്തു. അതിനെക്കുറിച്ചും യാതൊരു ആൻസർ ഇപ്പോഴും ഇല്ല. സെഷൻസിൽ കൊടുക്കാതെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാനുള്ള കാരണം എന്തെങ്കിലും? അതായത് വിക്ടിമിനെ സംബന്ധിച്ച് അറ്റ് ദ ഏർലിയസ്റ്റ് പോയിന്റിൽ ആണ് കാര്യങ്ങൾ റേസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഉദാഹരണത്തിന് CCTV വിഷ്വൽസ് ഉള്ള കേസാണെന്ന് വിചാരിക്കുക. ഇത് കമ്മിറ്റ് ചെയ്ത് സെഷൻസിലെത്തുമ്പോഴേക്കും വിഷ്വൽസ് എല്ലാം മുഴുവൻ പോയിട്ടുണ്ടാവും. അതുപോലെ CDR ഉള്ള കേസുകളിൽ അതിൽ വിഷ്വൽസ് പോയിട്ടുണ്ടാവും. സയൻറ്റിഫിക് എവിഡൻസ്, ബ്ലഡ് സ്റ്റെയിൻസ്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഈ സംഭവം നടന്നിട്ട് 16/11 ഈ സംഭവം നടക്കുന്ന ഒക്ടോബറിലാണ്. 16/11 തന്നെ ഞങ്ങൾ ഈ കോടതിയിൽ അപേക്ഷ കൊടുത്തു. ഈ കളക്ടറിൻ്റെയും പ്രതിയുടെയും എല്ലാവരുടെയും ഫോൺ നമ്പർ അടക്കം അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്തതിന് ശേഷമാണ് CDR കളക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഈ വളരെ ടെക്നിക്കലായിട്ട് നോക്കിയിട്ട് സെഷൻസ് കോടതി വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ CCTV, CDR, സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം നശിച്ചു പോകും. ഇതിൽ നിങ്ങൾ ഇങ്ങനെ കോടതിയിൽ പുതിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ എന്നുള്ളൊരു ആരോപണമാണ് ഈ പ്രതിഭാഗം ഉന്നയിക്കുന്നത്. നീട്ടിക്കൊണ്ടു പോകാൻ ഒരിക്കലും വിക്ടിമിൻ്റെ ഭാഗത്തുനിന്നൊരു കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ആവശ്യം പ്രതിക്കാണ്. ഒരിക്കലും ഒരു വിക്ടിമിനെ കേസ് നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വിക്ടിം ഇത്രേ പറയുന്നുള്ളൂ, കോടതിയെ പോയിൻ്റ് ഔട്ട് ചെയ്യാണ് ഇന്ന എവിഡൻസ് കളക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കളക്ട് ചെയ്ത എവിഡൻസ് സപ്രസ് ചെയ്തു, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് പ്രൂവ് ചെയ്യേണ്ട സയൻറ്റിഫിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ല. ഇത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. സുപ്രീം കോടതിയിൽ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നതല്ലേ? സുപ്രീം കോടതി ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആ ഹർജി കൊടുത്തപ്പോൾ അതൊക്കെ തള്ളുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയതെന്നാണ്. ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്ത സമയത്ത് അവർ അണ്ടർടേക്കിംഗ് കൊടുത്തതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പല രേഖകളും പിന്നീട് ഹാജരാക്കിയില്ല. അതാണ് ഞങ്ങളിപ്പോഴും വീണ്ടും പറയുന്നത്.
ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിലാണെങ്കിലും സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിലാണെങ്കിലും പ്രതിയുടെയും കളക്ടറിൻ്റെയും രണ്ട് നമ്പറുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഓരോ നമ്പറുകൾ സപ്രസ് ചെയ്തു. ഇപ്പോൾ ഹാജരാക്കിയിട്ടുള്ളത് പ്രതിയുടെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള നമ്പറാണ്, പ്രതിയുടെ നമ്പർ പോലും അല്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്? യാതൊരു സംശയമില്ല. എന്നുവെച്ചാൽ അത് മാത്രമല്ല, ഗീത IAS കുറിച്ചൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ അതിനോട് അനുബന്ധിച്ച് കളക്ടറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രശാന്തൻ്റെ ആരോപണങ്ങൾ കളവാണ് എന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആ കണ്ടു എന്ന് പറയുന്നതിൻ്റെ റിപ്പോർട്ടിൻ്റെ നമ്പർ വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടില്ല. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമായിട്ടുള്ള ഫൈൻഡിങ് ഉണ്ട്, പ്രശാന്തൻ പറയുന്നത് കളവാണ്, കൈക്കൂലി കൊടുത്തിട്ടില്ല.